വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. ഒരു ഡെയിലി വിയർ ആയിട്ടും ചെറിയ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ്. നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റൈലിനെ ചെറിയൊരു കുറച്ച് ചേഞ്ച് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നോർമലി യോക്കിൽ ഇങ്ങനെ പാച്ച് വർക്ക് വന്നിരിക്കുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ് ഈ ടൈപ്പ് ദുപ്പട്ട വരുന്നത് കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനെ ചേഞ്ച് വരുത്തി യോക്ക് വന്നിട്ട് ഇതുപോലെ ഒരു വി ഷേപ്ഡ് നെക്കിൽ ലേസ് ബോർഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ സൈഡ്സിൽ പാരലായിട്ടും ഇതേപോലെ രണ്ട് സൈഡ്സിലും കുറച്ചും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക് തോന്നാനായിട്ട് അതുപോലെ ഒരു ലേസ് വർക്ക് ചെയ്തേക്കുന്ന ഒരു സിമ്പിൾ ആയിട്ട് വരുന്ന ടോപ്പും ദുപ്പട്ട നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് നമ്മൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിനോട് പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്രഷ്ഡ് ഷിനോൺ ദുപ്പട്ട. അതിൽ മിറേഴ്സ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. നമ്മളിൽ ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. സോ അപ്പോൾ ഇതിലെ ഫസ്റ്റ് കളർ ഞാൻ ഇട്ടേക്കുന്ന ഷെയ്ഡാണ്. ഇതേപോലെ ഉണ്ടോ, രണ്ട് സൈഡ്സിലും അത് താഴെ വരെയും ആ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു യോക്ക് പോർഷനിലെ വി ഷേപ്ഡ് നെക്കാണ്. അത് മെയിൻലി ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ഒരു ഡെയിലി വെയർ സ്റ്റൈലാണ് നമ്മളിത് കൂടുതലും ഉദ്ദേശിച്ചേക്കുന്നത്. പെട്ടെന്ന് നനച്ചിട്ടാലും പെട്ടെന്നൊന്ന് ഉണങ്ങി കിട്ടുന്ന ടൈപ്പ് ഫാബ്രിക് ആണ്. ഒരു സെമി സിൽക്ക് ബേസ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുക. സോ അപ്പം ഇങ്ങനെ വരും ഇതിൻ്റെ വർക്ക് വന്നത്. ഇതിൻ്റെ ലേസ് കട്ടായി പോകില്ല. നമ്മുടെ വണ്ണം അനുസരിച്ച് അത് ഒന്നെങ്കിൽ സ്ലിറ്റ് പോർഷനിൽ വരും, അല്ലെങ്കിൽ ഇതേപോലെ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു പാനൽ സ്റ്റൈലിൽ നിൽക്കും. വി ഷേപ്ഡ് സെമി വി ഷേപ്ഡ് നെക്കാണ്. നല്ല വിട്ടും നല്ല ലെങ്ത്തും വരുന്നുണ്ട്. ഒരു കുർത്തി, അതായത് ഒരു ചോയ്സ് ആയിട്ടാണ് നമ്മളതിൽ ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത്. ഈ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ഒരു ഷോർട്ട് ടോപ്പ് ചെയ്യുവാണെങ്കിലും ഒക്കെ പെയർ ചെയ്യുന്ന ദുപ്പട്ടയാണ്. അതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കുക. അപ്പം ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ടോപ്പായിട്ട് മാത്രം വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഇടുന്നവർക്ക് അങ്ങനെയും ഇടാം. ഇതെന്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിനോട് വേണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ആൻഡ് ഇത് ബോട്ടം ഉണ്ട്. ബോട്ടം മാത്രമല്ല, ബോട്ടം ആൻഡ് ഇന്നർ രണ്ടും ഉണ്ട്. ഇതാണ് ലുക്ക്. സോ അടുത്ത ഷെയ്ഡ് നല്ലൊരു കൈൻഡ് ഓഫ് കുറച്ചൊരു ഷൈനി ഇഫക്റ്റ് ഉള്ള ഒരു കൈൻഡ് ഓഫ് റെഡിൻ്റെ കളറാണെന്ന് പറഞ്ഞാൽ പക്ക റെഡ് അല്ല. വീഡിയോയിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും. നമ്മൾ നേരിട്ട് കാണുമ്പം ഒരു ബ്രിക്കിൻ്റെ ബ്ലെൻഡും ഉള്ളൊരു നല്ലൊരു കളർ ഷെയ്ഡാണ്. ലേസ് വർക്കാണ് ടോപ്പിൽ മെയിൻലി വന്നേക്കുക. അതായത് നെക്ക് പോർഷനിലും വരുന്നുണ്ട്. പാനൽ സ്റ്റൈൽസ് പാരലായിട്ട് രണ്ട് സൈഡ്സിലും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഇതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രിന്റ്, അതിൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ക്രഷ്ഡ് ഷിനോൺ സ്ട്രെച്ചബിൾ ദുപ്പട്ട, നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ ആണ്. 999 ആണ് പ്രൈസ്. സോ ലാസ്റ്റ് കളർ ഈ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്. ഒരു ഡെയിലി വിയർ സ്റ്റൈലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ഡിസൈൻ ഉദ്ദേശിച്ചേക്കുന്നത്. സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാറ്റലോഗ്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ദുപ്പട്ടയിലും ഇതേപോലെ വർക്ക് വരുന്നുണ്ട്. സോ അപ്പം ഇതിൽ ദുപ്പട്ട കുറച്ചും കൂടെ ഒരു ടോപ്പിനേക്കാൾ ഇച്ചിരി കൂടെ തെളിച്ചം വരുന്നുണ്ട്. എന്നാലും രണ്ടും മാച്ചിങ് തന്നെയാണ്. ഒത്തിരി ഓവറായിട്ട് വരുന്നില്ല. വീഡിയോയിൽ കുറച്ചുകൂടെ കൂടുതലായിട്ടൊരു കോൺട്രാസ്റ്റ് ഫീൽ വരും. അത്രയില്ല, എന്നാലും ലൈറ്റായിട്ട് ദുപ്പട്ട ഒരു ഇച്ചിരി കൂടെ തെളിച്ചമുണ്ട്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ്, 999 പ്രൈസ് റേഞ്ച്. മാക്സിമം വെബ്സൈറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. വാട്സപ്പും ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് പെട്ടെന്നുള്ള നല്ല ഫാസ്റ്റായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം. നല്ല സ്പീഡായിട്ടാണ് നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം. സോ താങ്ക് യു.